എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ കടി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരട്ടെ. ആദ്യം ഞാൻ സ്റ്റൗ മേലോട്ട് ചീനിച്ചട്ടി വെച്ചു. അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുവാണ്. ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം കേട്ടോ. 1 സ്പൂണ് ജീരകം, കടുകിടുന്നില്ല കേട്ടോ. ഒരു 10 കഷ്ണം വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്തു. അതിനെയും കൂടി ഇതിനകത്തിടുവാണേ. 2 വലിയ സവാള എടുത്തിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തു. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം വേണം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നമുക്കേ ഒരു ചെറുതായിട്ടൊന്ന് മെറൂണിഷാക്കാം. 1/2 സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലിടുക. പോരാ എങ്കിൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഇടാം. നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് മൂത്തു ലൈറ്റ് മെറൂണായി. അപ്പോൾ നമ്മൾ ബാക്കി മസാലയും കൂടി ഇടണം. 3 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. അതായത് ടീസ്പൂണിനാണല്ല എടുക്കുന്നത് കേട്ടോ. 2 ടീസ്പൂൺ ചന മസാലയും കൂടെ ഇടുവാണ്. 3 തക്കാളി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടെ നമ്മൾ ഇടുവാണല്ലോ. കറി ഉണ്ടാക്കാനായിട്ട് വെളുത്ത രാജമ്മ, അത് നമുക്ക് ഈ ചുമന്നതും കിട്ടും, ഡാർക്ക് ചുവപ്പ് അതും കിട്ടും. പക്ഷേ നമ്മൾ വെളുത്തതാണ് ഇതിന് വേണ്ടത്. അപ്പോൾ തലേ ദിവസം നമ്മൾ വെള്ളത്തിൽ വിട്ട് വെക്കണം. അപ്പോൾ ഒരു 250 ഗ്രാം നമ്മൾ എടുത്തു. അത് കഴിഞ്ഞ് 250 ഗ്രാം തൊലിയുള്ള ഉഴുന്ന് അതും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുമായിരുന്നു. രണ്ടും കൂടെ കൂട്ടി എടുത്തിട്ട് വേണം നമുക്കിതിനെ ചെയ്യാൻ. ഞാൻ കാണിച്ചു തരാം. ഈ രാജമ്മയിലും ഈ ഉഴുന്നിലും ഉണ്ടല്ലോ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയതാണ്. ഇപ്പോൾ പല ആൾക്കാരും ഉണ്ടല്ലോ ക്ഷീണിച്ചിട്ട് ഇങ്ങനെ ഒട്ടും ശരീരമില്ല എന്നും പറഞ്ഞ് സങ്കടപ്പെടുന്നവരുണ്ടല്ലോ. അവർക്ക് ഇത് ഒരുപാട് ഗുണം ചെയ്യും. നന്നാകും, ശരീരം നന്നാകും. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഇത് കഴിച്ചാൽ വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രാജമ്മയും ഉഴുന്നും കൂടെ പെട്ടെന്ന് കുക്കറിലോട്ട് ഇട്ടിട്ട് 1 സ്പൂണ് ഉപ്പും കൂടെ നമുക്കൊന്ന് ഇടാം. ഇച്ചിരി ഉപ്പ് പിന്നെ നമുക്ക് ഇടാം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ ഒരു 1/2 ലിറ്റർ വെള്ളവും കൂടെ ഇതിനകത്ത് ഒഴിക്കണം. കാരണം ഇതിന് കൊഴുപ്പുണ്ടല്ലോ. എന്നിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. കുക്കറ് സ്റ്റൗവ് വെച്ച് കത്തിക്കുമ്പോൾ ഹൈയിലിടല്ലേ, മീഡിയത്തിലിട്ടിട്ട് ഒരു 6 വിസിൽ വരെ നമുക്ക് വെക്കണം കേട്ടോ. 6 വിസിൽ കേട്ടതിന് ശേഷം ഞാൻ കുക്കറിനെ താഴെ ഇറക്കി. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് കണ്ടോ. എന്നും പറഞ്ഞ ഒരു കണക്കുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ അതനുസരിച്ചിട്ട്. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ പാകത്തിനൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചീനിച്ചട്ടിക്കകത്തിൽ വഴറ്റി വെച്ചിരുന്ന അരപ്പിലോട്ട് നമ്മൾ ഇതിനെ കൊട്ടിയിടുവാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം. ഞാനൊരു ഒരു പീസ് നമ്മുടെ വെണ്ണ വാങ്ങിച്ചു. അത് നമ്മൾ വീടുകളിലും എടുക്കാൻ പറ്റും. ഞാൻ എന്ത് ചെയ്തെന്നറിയാം, അമൂലിൻ്റെ ഒരു പീസ് വാങ്ങിച്ചു. അതിൽ നിന്ന് ഞാൻ കുറച്ച് പൊട്ടിച്ചെടുത്തു. എന്നിട്ട് ഞാൻ അതിനെ ഇതിനകത്ത് ഇടുക. അപ്പോൾ ഇതിനകത്ത് കിടന്നങ്ങ് ഉരുകും കേട്ടോ. അപ്പോൾ ഇതിനെ എന്താണെന്നറിയോ, നോർത്ത് ഇന്ത്യയിലെ ഇതിനെ മക്കൻ എന്നാണ് പറയുന്നത്, വെണ്ണയ്ക്ക് മക്കൻ. അങ്ങനെയാണ് ഈ കറിയുടെ പേര് വന്നത്, ഡാൽ മക്കിനി. ഞാൻ 100 ഗ്രാമിൻ്റെ ഒരു പീസാണ് മേടിച്ചത്. അത് പൊട്ടിച്ച് ഞാൻ പകുതി എടുത്തിട്ടിരിക്കുക കണ്ടോ. അപ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. വണ്ണമൊക്കെ വെക്കണ്ടേ, എല്ലാവർക്കും നന്നാവണ്ടേ. ശരീരം നന്നാകാൻ വേണ്ടി ഏറ്റവും നല്ല സാധനമാണ്. ആരോഗ്യവും കിട്ടും.